ഇന്ന് മുതൽ ആരും ബ്രേക്ക്ഫാസ്റ്റിന് ഇനി ദോശയോ ഇഡ്ഡലിയോ പുട്ടോ ചട്നിയോ ഒന്നും കഴിക്കേണ്ട ABC ജ്യൂസ് കഴിച്ചാൽ മതി. ABC ജ്യൂസ് എന്ന് പറയുമ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടാവും, എന്തായിരിക്കും ഈ ABC ജ്യൂസ് എന്നറിയാനൊക്കെ ആയിട്ട് പലർക്കും താല്പര്യം ഉണ്ടായിരിക്കും. ഇനി ആർക്കെങ്കിലും ABC ജ്യൂസ് എന്താണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ അവർ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്താൽ മതി. ഞാനൊരു വീഡിയോ ചെയ്തിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും എന്തായിരിക്കും ABC ജ്യൂസ് എന്നും അത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നും. അതിപ്പോൾ ഇപ്പോൾ ചന്ദ്രമതിയും അതുപോലെ തന്നെ ശ്രുതിയും ഒക്കെ ഇപ്പോൾ രാവിലെയുള്ള ഫുഡ് പൂരി ആയതുകൊണ്ട് അതൊക്കെ മതിയാക്കിയിട്ട് ABC ജ്യൂസിൻ്റെ പിന്നാലെ പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അത് മാത്രമല്ല ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ എല്ലാവരും കൂടി ഇങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതി കഴിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ശ്രുതി പറയുകയാണ്, കഴിക്കണ്ട, അത് കഴിച്ചാൽ എസിഡിറ്റി വരും, അതുകൊണ്ട് കഴിക്കണ്ട, പൂരി രാവിലെ കഴിക്കാൻ പാടില്ല, അത് ആരോഗ്യത്തിന് നല്ലതല്ല എന്നിങ്ങനെ പറയണം. അപ്പോൾ സച്ചി പറയണം, അതേ നീ ഒരേ നിപ്പിൽ നിന്ന് ജോലി ചെയ്യുന്നതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ തോന്നുന്നത്. നന്നായിട്ട് ഓടിച്ചാടി ജോലി ചെയ്താൽ ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ ഉടനെ നമ്മുടെ ശ്രുതി പറയുകയാണ്, അതെ ഈ ഒരേ നിപ്പിൽ നിന്ന് ജോലി ചെയ്യുന്നതും ജോലി തന്നെയാണ്, അതിൻ്റേതായിട്ടുള്ള നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഉടനെ ചന്ദ്രമതി പറയണേ, എൻ്റെ മോളെ ഇവനോടൊക്കെ എന്തിനാ സംസാരിക്കാൻ പോകുന്നത്? ഇവനൊന്നും പറഞ്ഞ മണ്ടേ കയറില്ല, ഇവനൊക്കെ ഒന്നും അറിയില്ല, ഇവൻ വെറും വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാ, ഇവനൊന്നും അറിയില്ല. അപ്പോൾ ഉടനെ നമ്മുടെ രവീന്ദ്രൻ പറയണേ, എന്താ ചന്ദ്രേ ഡ്രൈവർക്ക് അത്ര പുച്ഛം, നീ എന്താ ഡ്രൈവിങ്ങിനെ അത്രയ്ക്ക് പുച്ഛിച്ച് സംസാരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതിയോട് പറയണ്, ഞാൻ 2 എണ്ണം കഴിച്ചോട്ടെ. അപ്പോൾ ഉടനെ ശ്രുതി പറയണ്, വേണ്ട ശ്രുതി എഴുന്നേക്ക്, നിനക്ക് ഞാൻ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി തരാം, നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കി തരാം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി അവിടെ നിന്ന് എഴുന്നേക്കുന്ന സമയത്തിന് നമ്മുടെ ശ്രുതിയോട് നമ്മുടെ ശ്രുതി പറയാണ്, നീ വാ, നിനക്ക് ഞാൻ നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കി തരാം, ABC ജ്യൂസ് ഉണ്ടാക്കി തരാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയണ്, ആ മോളെ ശ്രുതി, എനിക്കും ഈ പൂരി ഒന്നും വേണ്ട, ഗ്യാസാ, അതുകൊണ്ട് നീ എനിക്കും കൂടി കുറച്ച് ABC ജ്യൂസ് ഉണ്ടാക്കിട്ടോ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിയും സുധിയും കൂടി കിച്ചണിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ സച്ചി പറയാണ്, ആ രേവതി, എനിക്ക് ഗ്യാസ് ഇല്ല, അതുകൊണ്ട് നീ കുറച്ച് പൂരി ഇങ്ങോട്ടിട്, ഇന്നത്തെ പൂരിക്ക് എന്താണോ എന്തോ ഇത്രയും രുചി. അങ്ങനെ രേവതി പൂരി കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് രവീന്ദ്രൻ പറയാണ്, മോളെ രേവതി, ബാക്കിയുള്ളത് അച്ഛനും കൂടി ഇങ്ങോട്ടിട്, ഇന്നത്തെ പൂരിക്ക് ഭയങ്കര രുചി. അങ്ങനെ ചന്ദ്രമതി അടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ് ഇത്രയും ഇതായിട്ട് പറയുന്നത്. അങ്ങനെ നമ്മുടെ ശ്രുതി ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ക്യാരറ്റും ബീട്രൂട്ടും ആപ്പിളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ രവീന്ദ്രനല്ല, സുധി ഇങ്ങനെ അടുത്ത് അതൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ചന്ദ്രമതി പറയുകയാണ്, എന്തായാലും എനിക്ക് ഇന്ന് മുതൽ ചന്ദ്രമതി പറയുകയാണ്, എന്തായാലും എനിക്ക് ഇന്ന് മുതൽ ഈ രാവിലെ ഈ പൂരിയൊന്നും എനിക്ക് വേണ്ട, ഇതൊക്കെ ഗ്യാസാണ്, ഞാനും ഇനി ഇതുപോലെ എന്തെങ്കിലും കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി നേരെ കിച്ചണിലേക്ക് ചെല്ലുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ജ്യൂസറിൽ ജ്യൂസൊക്കെ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ശ്രുതി. അതങ്ങനെ 3 ഗ്ലാസ്സിലേക്ക് പകരുകയാണ്. അങ്ങനെ എന്നിട്ട് നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് ചെല്ലുകയല്ലേ, അപ്പോൾ ചന്ദ്രമതിക്ക് കൊടുക്കുകയാണ് 1 ഗ്ലാസ് ജ്യൂസ്, ഒന്ന് നമ്മുടെ ശ്രുതിക്ക് കൊടുക്കുകയാണ്, ഒന്ന് നമ്മുടെ ശ്രുതി എടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, ശ്രുതി പറയാണ്, കുടിക്കമ്മേ എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്രമതി പറയണ, വേണ്ട മോളെ, നമുക്ക് ഇവിടെ വെച്ച് കഴിക്കണ്ട, ദേ അവരുടെ മുന്നിൽ പോയി നിന്ന് കുടിക്കാം, കാരണം അവർ ഈ ജ്യൂസ് കണ്ടിട്ടില്ല എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ 3 ആളും കൂടി അങ്ങനെ ചോറുണ്ണുന്ന മേശരടുത്തേക്ക് വച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അതേ സമയത്ത് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഒരു കൈയൊക്കെ കഴുകിയിട്ട് വരികയാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ജ്യൂസ് കയ്യിൽ വെച്ചിട്ട് രേവതി കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചന്ദ്രമതി പറയണ്, ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ABCD ജ്യൂസ്. ഈ ജ്യൂസ് കണ്ടിട്ടില്ലാത്ത ചില കുഗ്രാമികളൊക്കെ ഉണ്ട് ഇവിടെ, അവർക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് കണ്ടോളൂ എന്നിങ്ങനെ പറയാണ്. ഈ സുവർണാവസരം എപ്പോഴും കിട്ടിയെന്ന് വരില്ല എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. സച്ചിക്ക് അത് കേട്ടിട്ട് ഒട്ടും പിടിക്കുന്നില്ല. അപ്പോൾ ആ സമയത്തിന് രേവതി അങ്ങ് വല്ലാണ്ടാവുകയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ABCD ജ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ ശ്രുതി ചെവിയുടെ അടുത്ത് നിന്നിട്ട് വേണേ, എൻ്റെ ആൻറ്റി ABCD ജ്യൂസ് അല്ല ABC ജ്യൂസ് എന്നിങ്ങനെ പറയുകയാണ്. എന്തായാലും അത് തന്നെ.
അങ്ങനെ അവർ ജ്യൂസ് എല്ലാവരും കുടിക്കുന്ന കാണുമ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ഒരു പുച്ഛത്തോടു കൂടി ചിരിച്ചിട്ട് പോവുകയാണ്. നമ്മുടെ അച്ചമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അച്ചമ്മ നമ്മുടെ രവീന്ദ്രനോട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ അച്ചമ്മ പറയുകയാണ്, എൻ്റെ രവി ഇത് കണ്ടോ, ഇന്നലെ വന്ന് കയറിയതേ ഉള്ളൂ, ഇക്കണക്കിനാണെങ്കിലുണ്ടല്ലോ ഈ വീട്ടിൽ 2 അടുക്കള ഉണ്ടാക്കും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അതിനുശേഷമാണ് ഈ ജ്യൂസൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ ജ്യൂസ് ഇവരുടെ മുമ്പിൽ വെച്ച് തന്നെ ജ്യൂസ് കുടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സച്ചി പറയുകയാണ്, മുന്നിൽ നല്ല ഭക്ഷണം വെച്ച് വിളമ്പി കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ, അത് കഴിക്കാതെ മാട് കാടി കുടിക്കുന്ന കണക്ക് കുടിക്കുന്ന കണ്ടില്ലേ 3 എണ്ണവും കൂടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി കയറിയങ്ങ് ഒരു പോക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ അച്ചമ്മ രവിയോട് പറയുന്നുണ്ട്, മോനെ രവീന്ദ്ര, ഇങ്ങനെ പോയാലുണ്ടല്ലോ ഇത് ശരിയാവില്ല, ഇത് നീ ഒന്ന് സൂക്ഷിച്ചോ. അപ്പം രവീന്ദ്രൻ പറയണ, അമ്മേ എന്തായാലും ആ ശ്രുതി പൂരി കഴിക്കാഞ്ഞിട്ടല്ലേ, അതുകൊണ്ട് പിന്നെ അവൾക്ക് ഇഷ്ടമുള്ളത് അവൾ വെച്ച് കഴിച്ചോട്ടെ എന്നിങ്ങനെ പറയുകയാണ്. എന്തായാലും ഇതൊരു നല്ലതിനല്ല എന്നിങ്ങനെ അച്ചമ്മ സൂചിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം അവർ അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് അവരെല്ലാവരും പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് ശ്രുതി ചോദിക്കുകയാണ്, നമ്മുടെ ചന്ദ്രമതിയോട് ചോദിക്കുകയാണ്, അമ്മേ ശരിക്കും പറയുകയാണെങ്കിൽ സച്ചിക്ക് രേവതിയോട് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ, അവർ തമ്മിൽ ഭയങ്കര ക്ലോസ് ആണെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഉടനെ ചന്ദ്രമതി പറയണേ, ഏയ് അങ്ങനൊന്നുമില്ല മോളെ, അതൊക്കെ വെറും പ്രഹസനമല്ലേ, അവൻ ഇന്ന് അവളെ കയ്യിലെ വെള്ളയിൽ ഇങ്ങനെ കൊണ്ടു നടക്കും, നാളെ അതാ ഠിമാന്ന് പറഞ്ഞെടുത്തിടും, അതാ അവൻ്റെ സ്വഭാവം, എപ്പോഴാണ് അവളെ എടുത്തിട്ട് ചവിട്ടി കൂട്ടുന്നതെന്നേ പറയാൻ പറ്റില്ല, ഇതൊക്കെ വെറുതെയാ എന്നിങ്ങനെ പറയുകയാണ്. പിന്നെ പോരെങ്കിൽ അമ്മയില്ലേ, അമ്മയെ കാണിക്കാൻ വേണ്ടിയിട്ട് അവൻ ഈ ലോകത്ത് ആരോടും ഒരു റെസ്പെക്റ്റും ഇല്ല, ഇത്തിരിയെങ്കിലും ഉള്ളത് അവൻ്റെ അച്ഛനോടും അച്ഛമ്മയോടും മാത്രമേ ഉള്ളൂ, അല്ലാതെ ഈ രേവതിയൊന്നും അവന് വലിയ പ്രിയമൊന്നുമല്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ്, അല്ലമ്മേ അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും മാസമായിട്ട് എന്താ അവരുടെ ഫസ്റ്റ് നൈറ്റ് ഇതുവരെ നടത്താത്തത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ രേവതി കേൾക്കുകയാണ്. നമ്മുടെ അടുക്കളയിൽ നിൽക്കുകയാണ് രേവതി. അപ്പോൾ ഉടനെ ചന്ദ്രമതിയാണ്, മോളെ അവരുടെയൊക്കെ കാര്യം എടുത്തു കള, ആരൊക്കെ അവരുടെയൊക്കെ കാര്യങ്ങൾ തിരക്കുന്നത്, അവർ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുകയോ ആഘോഷിക്കാതിരിക്കുകയോ എന്ത് വേണേലായിക്കോട്ടെ, അത് അവരൊക്കെ എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒട്ടും കൾച്ചറില്ലാത്ത ആളുകളാണ്, അവരുടെ കാര്യമേ നമുക്ക് സംസാരിക്കണ്ട എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ചന്ദ്രമതി നമ്മുടെ ശ്രുതിയോട്. ഇത് നമ്മുടെ രേവതി മാറി നിന്ന് കേൾക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ രേവതിക്ക് വല്ലാത്തൊരു വിഷമം തോന്നുകയാണ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ ക്ഷേത്രത്തിൽ പോകാനായിട്ട് അവരിങ്ങനെ ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ് നമ്മുടെ ചന്ദ്രമതിയും ശ്രുതിയും കൂടി. അപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ അച്ചമ്മ പോകാനായിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ അച്ചമ്മ ഇറങ്ങി വന്നിട്ട് എല്ലാവരോടും യാത്ര ചോദിക്കുകയാണ്. അങ്ങനെ അച്ചമ്മ നമ്മുടെ സച്ചിയോട് പറയുമ്പോൾ സച്ചി പറയണം, അച്ചമ്മയ്ക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരെ. ഇല്ല മോനെ, എനിക്ക് ഇന്ന് തന്നെ പോയേ പറ്റൂ, നിനക്കറിയാലോ അച്ചമ്മ മണ്ണിൽ നിന്നാണ് അച്ചമ്മയ്ക്ക് ജീവിക്കാനുള്ള സമ്പാദ്യം ഉണ്ടാവുന്നതെന്ന്, മണ്ണിൽ നിന്ന് വിളവെടുത്ത് വേണം അച്ചമ്മ ജീവിക്കാനായിട്ട്, അതുകൊണ്ടേ അച്ചമ്മ ഇവിടെ നിന്നാലേ അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ മുടങ്ങും, അച്ചമ്മ അങ്ങ് ചെന്നാലേ അതൊക്കെ സെറ്റാക്കി എടുക്കാൻ പറ്റുള്ളൂ എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് രേവതിയോട് പറയാണ്, മോളെ രേവതി അച്ചമ്മ പോയിട്ട് വരട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ അച്ചമ്മ കുറച്ച് ദിവസം കൂടി നിൽക്കി അച്ചമ്മ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ അച്ചമ്മ ഇങ്ങനെ പിടിക്കുകയാണ് രേവതി. എന്നിട്ട് പറയണേ, പറ്റില്ല മോളെ, അച്ചമ്മയ്ക്ക് പോയല്ലേ പറ്റൂ, മോക്കറിയില്ലേ അച്ചമ്മയുടെ കാര്യങ്ങളൊക്കെ. പിന്നെ അച്ചമ്മ പോകുന്നതൊക്കെ ശരി തന്നെ, ചന്ദ്രമതി കേൾക്കാൻ വേണ്ടിയിട്ടാട്ടോ, അച്ചമ്മ പോകുന്നതൊക്കെ ശരി തന്നെ, പക്ഷെ മോക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ മോള് ഒന്ന് ഫോൺ എടുത്തൊന്ന് വിളിച്ചാൽ മതി, അക്ഷണ അച്ചമ്മ ഇവിടെ എത്തും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ 2-3 വട്ടം ആവർത്തിച്ചിങ്ങനെ അച്ചമ്മ പറയുകയാണ്. അപ്പോൾ രേവതി ഇങ്ങനെ കരയുകയാണ്. അങ്ങനെ നമ്മുടെ അച്ചമ്മ കണ്ണീരൊക്കെ തുടച്ചിട്ട് രേവതി ഇങ്ങനെ അച്ചമ്മയുടെ നെഞ്ചിൽ ഇങ്ങനെ കെട്ടി അങ്ങ് പിടിക്കുകയാണ്, അച്ചമ്മയെ കെട്ടിപ്പിടിച്ചങ്ങ് കരയുകയാണ് രേവതി. അങ്ങനെ നമ്മുടെ അച്ചമ്മ നമ്മുടെ രേവതിയെ സമാധാനിപ്പിക്കുകയാണ്, മോളെ സമാധാനമായിട്ടിരിക്കുക, അച്ചമ്മ പറഞ്ഞില്ലേ മോൾ എന്നെ ഒന്ന് വിളിക്കേണ്ട താമസം, ഞാൻ അപ്പം തന്നെ ഇവിടെ ഓടിയെത്തും എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം അച്ചമ്മ എല്ലാവരോടും യാത്ര ചോദിക്കുകയാണ്. എന്നിട്ട് ചന്ദ്രമതിയോട് പറയാണ്, ചന്ദ്രേ ഞാൻ പോയിട്ട് വരട്ടെ. ശ്രുതി അപ്പോൾ ഉടനെ ശ്രുതി പറയാണ്, അച്ചമ്മ പോകാൻ ഇറങ്ങി നിൽക്കുകയാണോ? അതെ അച്ചമ്മ പോയിട്ട് വരാം മോളെ എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ അച്ചമ്മയെ നമ്മുടെ സച്ചിയുടെ വണ്ടിയിലാണ് അച്ചമ്മയെ കൊണ്ടാക്കുന്നത്. സച്ചിയുടെ വണ്ടിയിൽ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടാക്കാനാണ് ഉദ്ദേശം. അങ്ങനെ അച്ചമ്മയുടെ ബാഗൊക്കെ എടുത്തിട്ട് അച്ചമ്മയെ വണ്ടിയിൽ വണ്ടി കയറ്റി അച്ചമ്മയും രവീന്ദ്രനും സച്ചിയും കൂടി പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് അവർ പോകുന്നത് യാത്രയാക്കിയതിന് ശേഷം നമ്മുടെ രേവതി അകത്തേക്ക് കയറി പോകാനായിട്ട് തുടങ്ങുമ്പോൾ ചന്ദ്രമതി പറയണേ, ഡേ നിൽക്കടി അവിടെ എന്ന് പറയണം. അങ്ങനെ നമ്മുടെ രേവതി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നു, എടി നിനക്കിനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നിനക്ക് വയ്യെന്ന് നീ പറഞ്ഞു, ദേ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഉണ്ടല്ലോ, ശ്രുതിയോട് ചോദിക്ക് അവൾക്ക് എന്താ വേണ്ടതെന്ന്, എന്നിട്ട് അവൾക്ക് ഇഷ്ടമുള്ളത് വേണം ഉണ്ടാക്കി കൊടുക്കാൻ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ
രേവതി ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. രേവതിക്ക് നല്ല വിഷമമുണ്ട്, ഭയങ്കര ദേഷ്യമുണ്ട്. രേവതി പക്ഷേ അതൊന്നും കാണിക്കുന്നില്ല, ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഉടനെ ചന്ദ്രമതി ചോദിക്കണേ, എന്താടി ഞാൻ പറഞ്ഞിട്ട് നിനക്കൊരു മൈൻഡ് ഇല്ലാത്തത്? ശ്രുതിക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നീ ഉണ്ടാക്കി കൊടുത്തോളണം, ഇല്ലെങ്കിലുണ്ടല്ലോ നീ വിവരം അറിയും എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ ചന്ദ്രമതി ചോദിക്കണേ, മോളെ ശ്രുതി, മോക്ക് എന്താ വേണ്ടത് ഉച്ചയ്ക്ക് കഴിക്കാൻ? അത് അമ്മേ, എനിക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് മതി എന്നിങ്ങനെ പറയാണ്. കേട്ടോടി, മോക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് ക്ഷേത്രത്തിൽ നിന്ന് വരുമ്പോൾ റെഡി ആയിട്ടിരിക്കണം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി ഒന്നും മിണ്ടാണ്ട് അങ്ങ് കയറി അകത്തേക്ക് അങ്ങ് പോവുകയാണ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ ചന്ദ്രമതിയെയും സംഘം എന്ന് പറയുന്നത് നമ്മുടെ ശ്രുതിയെയും കൂടി പ്രതീക്ഷിച്ച് നമ്മുടെ ഭാമ ക്ഷേത്ര കോമ്പൗണ്ടിന് പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ്, അക്ഷമയായിട്ട് നിൽക്കുകയാണ്. ഇവരെ കാണാഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയും നമ്മുടെ ചന്ദ്രമതിയും കൂടി ചെല്ലുകയാണ്. അവരെ കാണുമ്പോഴത്തേക്ക് ഭാമ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഭാമ ചോദിക്കുകയാണ്, എൻ്റെ ചന്ദ്രേ, ഇതെന്താ ഇത്? നീ രാവിലെ വരുമെന്ന് പറഞ്ഞിട്ട് ഈ നേരമായല്ലോ വരാൻ, നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ ഒന്ന് താമസിക്കുമെങ്കിൽ? ഞാനിത് കാലത്തെ ഇവിടെ കെട്ടിക്കിടക്കുകയാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ ചന്ദ്രമതി പറയാണ്, എൻ്റെ ഭാമേ, എനിക്ക് താമസമൊന്നും ഉണ്ടായിട്ടില്ല, ദേ മക്കളുമാർ റെഡിയായിട്ട് വരാൻ താമസിച്ചു, അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ കുട്ടികളല്ലേ, ഇവർ എഴുന്നേൽക്കാൻ താമസിച്ചതുകൊണ്ടാണ്. ഉടനെ ഭാമ പറയാണ്, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമുണ്ട്, നിനക്ക് രാവിലെ വിളിച്ചിട്ട് ഇവർ ഉറക്കം എഴുന്നേറ്റില്ലെന്നെങ്കിലും ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ? എങ്കിൽ പിന്നെ ഞാൻ അത് കണക്കാക്കിയല്ലേ വരോളായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ ഭാമ പറയണ, എന്തായാലും നീ ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാം വന്നു ചേർന്നല്ലോ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ ചന്ദ്രമതി പറയണ, അതേ ഭാമേ, എനിക്ക് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, എനിക്കൊരു മരുമകളെയല്ല, എനിക്കൊരു മോളെയാ കിട്ടിയത്. ഞാനല്ലേ അതിന് കാരണക്കാരി. അപ്പോൾ ഉടനെ ഭാമ പറയുകയാണ്. അപ്പോൾ ഉടനെ ചന്ദ്രമതി പറയുന്നത്, അതേ ഭാമേ, എനിക്കതുകൊണ്ട് നിന്നോട് തീർത്താൽ തീരാത്തത്ര നന്ദിയുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ചന്ദ്രമതിയോടല്ല നമ്മുടെ ഭാമ പറയുകയാണ്, നമ്മുടെ ശ്രുതിയോടും പറയാണ്, മക്കളെ, ഇവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട്, ക്ഷേത്രമല്ല, ഇവിടെ അകത്ത് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് കിളി പോയി മൊത്തത്തിൽ. ഇവിടെ അകത്ത് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് പുറത്ത് ഒരു ദേവി ഇരിപ്പുണ്ട്, ഉപദേവതയായിട്ടുള്ള ഒരു ദേവിയുണ്ട്, മംഗലദേവി എന്നോ ഏതാണ്ടാണ് പറയുന്നത്. ആ ദേവിയെ പോയി തൊഴുതതിന് ശേഷം വേണം അകത്തേക്ക് കയറി പോകാനെന്ന് പറയുകയാണ്. അങ്ങനെ വേണം സുമംഗലികൾ ചെയ്യേണ്ടത് എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതിയും കൂടി അങ്ങനെ അങ്ങ് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചന്ദ്രമതിയും ഭാമയും മാത്രം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഭാമയോട് ചന്ദ്രമതി പറയാണ്, സത്യം പറഞ്ഞാലുണ്ടല്ലോ, ആ പൂക്കാരിയില്ലേ, അവളെ കണി കണ്ട് ഉള്ള രാശി മുഴുവനും പോയിരിക്കുകയായിരുന്നു. ഇപ്പം എനിക്ക് എൻ്റെ ശ്രുതിമോളെ കാണുന്നത് കൊണ്ടുണ്ടല്ലോ, എനിക്ക് ഐശ്വര്യമാണ് ഇനി ഉണ്ടാവുന്നത് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ സച്ചിയാണ് കാണിക്കുന്നത്. സച്ചി കാറിൽ വരികയാണ്, വീട്ടിൽ തന്നെ തിരിച്ചു വരികയാണ്. അപ്പം നമ്മുടെ രേവതി ചോദിക്കുകയാണ്, എന്താ ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ സച്ചി പറയണേ, എൻ്റെ രേവതി, നീ പെട്ടെന്ന് റെഡിയാവും. എന്തിനാ റെഡിയാവുന്നത്? അതൊക്കെ പറയാം, നീ വേഗം റെഡിയാവ്. അങ്ങനെ രേവതി പോയി റെഡിയായിട്ട് ഇറങ്ങി വരികയാണ്. എന്നിട്ട് രേവതി ചോദിക്കണേ, എന്തിനാണ് റെഡിയാവാൻ പറഞ്ഞതെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. അതൊക്കെ പറയാം, നീ പോയി കാറിൽ കയറ്. അങ്ങനെ നമ്മുടെ രേവതി പോയി കാറിൽ കയറുകയാണ്. അങ്ങനെ അവർ കാറിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ രേവതി ചോദിക്കുകയാണ്, ഞാൻ വീട്ടിൽ വെച്ചേ ചോദിക്കുകയാണ്, എന്തിനാ എങ്ങോട്ടാ പോകുന്നതെന്ന്, എന്നിട്ട് എന്താ ഒന്നും പറയാത്തത്? അതൊക്കെ പറയാൻ രേവതി, നീ ഒന്ന് അടങ്ങ് എന്നിങ്ങനെ പറയണ സച്ചി. അങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ രേവതി വീണ്ടും ചോദിക്കുകയാണ്, എന്താ കാര്യമെന്ന്. അപ്പോൾ ഉടനെ നമ്മുടെ സച്ചി പറയണേ, എൻ്റെ രേവതി, ഞാനേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എന്താ പറയുന്നത്, വണ്ടിയുടെ റെൻറ്റും കാര്യങ്ങളൊക്കെ മുടങ്ങിക്കിടന്നത് നിനക്കറിയാലോ. പിന്നെ ഇപ്പോൾ എടുത്ത കൂലിക്ക് ഓടിക്കുന്ന ആ ഒരു കാറില്ലേ, അതായത് ഇപ്പോൾ സച്ചി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്യാഷ് എനിക്ക് എടുത്തതിന് ശേഷം ബാക്കിയുള്ളതിന് ഫൈനാൻസ് ഉടമയ്ക്ക് കൊടുത്തതിൻ്റെ ബാക്കിയൊക്കെയാണ് ഇനി എനിക്കുള്ളത്. വണ്ടിയുടെ ഓയിലും കാര്യങ്ങളും ഒക്കെ അതിൽ കൂടെ തന്നെ ഓടേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ കാശ് കുറവാണ്. അപ്പോൾ ഡ്യൂ മുടങ്ങി കിടക്കുകയാണ് ഇപ്പം തന്നെ. അപ്പോൾ അതിൻ്റെ ക്യാഷ് ഉണ്ടല്ലോ, കുടിശ്ശിക തീർത്ത് കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിലില്ല. അതിന് എന്നെ എന്തിനാണ് കൊണ്ടുപോകണത്? എൻ്റെ രേവതി, ഞാൻ നിനക്ക് പറഞ്ഞു തരാം. എൻ്റെ രേവതി, അങ്ങേരാണെങ്കിലുണ്ടല്ലോ എല്ലാ മാസവും 1-ാം തീയതി ക്ഷേത്രത്തിൽ വരും. അങ്ങനെ ക്ഷേത്രത്തിൽ വരുന്ന സമയത്ത് അയാൾ എല്ലാ മാസവും വന്ന് ഉരുളയും ചെയ്യും. അപ്പോൾ രേവതിയാണ്,
രേവതി വയ്ക്കാണ്. അതെ, ഈ ക്ഷേത്രത്തിന് ചുറ്റും കിടന്ന് ഇങ്ങനെ നിലത്ത് കിടന്ന് ഇങ്ങനെ ഉരുളുന്നത്. അപ്പോൾ രേവതി പറയണ, അയ്യോ അത് ഉരുളയെന്നുമല്ല, അതിന് ഉരുളയെന്നല്ല പറയുന്നത്, അതാണ് ശയന പ്രദക്ഷിണം. എന്നാൽ അത് തന്നെ. അപ്പോൾ അത് ചെയ്യാനായിട്ട് പുള്ളിക്കാരൻ വരും. ആ സമയത്ത് അയാളുടെ ഒരു അസിസ്റ്റൻറ്റും കൂടെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് 1-ാം തീയതി തോറും ആളുകൾ ആ ക്ഷേത്ര പരിസരത്ത് വരും ഇദ്ദേഹത്തെ കാണാനായിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഇങ്ങനെ നിലത്ത് കിടന്ന് ഇങ്ങനെ ഉരുളുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ കയ്യിലായിരിക്കും ഈ ക്യാഷ് കൊണ്ട് കൊടുത്തിട്ട് പോകുന്നത്. അപ്പോൾ എത്ര രൂപ കുറവുണ്ടെങ്കിലും പുള്ളിക്കാരൻ പിന്നീട് ഒന്നും പറയില്ല, ഒരക്ഷരവും പറയില്ല ആ സമയത്ത്. അന്ന് പുള്ളിക്ക് ദേഷ്യമൊന്നും ഉണ്ടാവില്ല, ഭയങ്കര ശാന്തനായിരിക്കും അന്നത്തെ ദിവസം. അതുകൊണ്ട് ഇന്ന് നിന്നെയും പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ക്യാഷ് നീ അദ്ദേഹത്തെ ഏൽപ്പിക്കണം. അയ്യോ ഞാനോ? അപ്പോൾ ഉടനെ സച്ചി പറഞ്ഞു, എന്താ നീ ഏൽപ്പിച്ചാൽ ഒരു കുഴപ്പമില്ല, അത് നിങ്ങൾക്ക് ഏൽപ്പിച്ചൂടെ? നിങ്ങളല്ലേ പറഞ്ഞത് അന്നത്തെ ദിവസം ശാന്തനായിരിക്കുമെന്ന്. പിന്നെന്താ, അന്നത്തെ ദിവസം ശാന്തനായിരിക്കും, പൈസ വാങ്ങിക്കുന്നത് ഒരേ ശാന്തനായിരിക്കും. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് പിന്നീട് ഇയാൾ ഓഫീസിൽ ചെന്ന് കഴിയുമ്പോഴുണ്ടല്ലോ, ഫോൺ അങ്ങോട്ടെടുത്ത് കറക്കിയിട്ടേ 4 തെറി ഇങ്ങോട്ട് വിളിക്കും. അതാണ് അങ്ങേരുടെ സ്വഭാവം. അപ്പോഴുണ്ടല്ലോ, നിനക്കറിയില്ല എൻ്റെ സ്വഭാവം. എന്നെ അങ്ങനെ ആരെങ്കിലും തെറി വിളിച്ചാലുണ്ടല്ലോ 10 തിരിച്ച് വിളിച്ചിട്ട് ഞാൻ അവിടെ ചെന്ന് അടിച്ച് എല്ലാതും സകലതും തകർത്ത് അയാളെ പഞ്ഞിക്കിടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഒരു പോലീസ് കേസ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിന്നോടിത് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ ഉടനെ രേവതി പറയണം, അതിപ്പോൾ ഞാൻ കൊണ്ടുപോയിട്ട് ഞാൻ എന്ത് പറയാനാണ്, എനിക്കങ്ങനെയൊന്നും പറയാൻ അറിയില്ലല്ലോ. അപ്പോൾ സച്ചി പറയണം, അതൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. നിൻ്റെ കയ്യിൽ ഞാൻ തരുന്ന പൈസ ആദ്യം കയ്യിൽ വെക്കുക, എന്നിട്ട് ഈ പൈസയും കൊണ്ട് അവിടെ ചെന്നിട്ട് പറയുക, ഞാൻ സച്ചിയുടെ ഭാര്യയാണ് എന്ന് പറയുക. എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ കാര്യങ്ങളിൽ ഇടപെടാനുള്ള അർഹതയുണ്ടല്ലോ, അവകാശമുണ്ടല്ലോ. അപ്പോൾ നീ പറയുക, സച്ചിയുടെ ഭാര്യയാണ് ഞാനെന്ന്. ഈ ഒരു വാക്ക് 2-3 തവണ നമ്മുടെ സച്ചി ആവർത്തിച്ച് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. രേവതി അറിയാതെ ചിരിച്ചു പോവുകയാണ്. അങ്ങനെ പറയുകയാണ്. അങ്ങനെ സച്ചി പറയുകയാണ്, ഇത് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ ഇനി ഈ പൈസ തികച്ചില്ലല്ലോ, അപ്പോൾ നീ പറഞ്ഞാൽ മതി, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ കുറവായിരുന്നു, അതുകൊണ്ട് ഈ പൈസ മാത്രമേ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിന് വലിയൊരു ലോങ് ട്രിപ്പ് വന്നിട്ടുണ്ട്, മൈസൂർക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസം കഴിയും അദ്ദേഹം വരാനായിട്ട്. വന്നു കഴിയുമ്പോൾ ബാക്കി പൈസയും കൂടി കൊണ്ടുതരും എന്നിങ്ങനെ പറഞ്ഞാൽ മാത്രം മതി. അപ്പോൾ രേവതി പറയണം, അയ്യോ എന്നെ കൊണ്ട് കള്ളം പറയാനൊന്നും പറ്റില്ല, ഞാൻ കള്ളം പറഞ്ഞാൽ അത് പെട്ടെന്ന് മനസ്സിലാവും, കാരണം എനിക്ക് അറിയില്ല കള്ളം പറയാൻ, ഞാൻ അങ്ങനെ ശീലിച്ചിട്ടില്ല. എൻ്റെ രേവതി അങ്ങനെ കള്ളം പറയുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല, മറ്റുള്ളവർക്ക് ദ്രോഹം വരാത്ത രീതിയിലുള്ള കള്ളം പറയുന്നതിലൊന്നും ഒരു പ്രശ്നവുമില്ല, നീ ധൈര്യമായിട്ട് പറഞ്ഞോ, ഞാൻ പറഞ്ഞിട്ടല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചി രേവതിയും കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അതേസമയം നമ്മുടെ ഭാമയും നമ്മുടെ ചന്ദ്രയും ഇങ്ങനെ ക്ഷേത്ര പരിസരത്ത് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ആ സമയത്ത് ഭാമ പറയണേ, ചന്ദ്രേ ദേ വഴിപാടിൻ്റെ ഷീട്ടൊക്കെ എഴുതി മേടിക്കാം, അതിനുശേഷം നമുക്ക് ക്ഷേത്രത്തിനുള്ളിൽ കയറി തൊഴുവാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ നടക്കുകയാണ്. അങ്ങനെ അവരങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്തിന് നമ്മുടെ ഭാമ ചോദിക്കുകയാണ്, അല്ല അവരെ രണ്ടുപേരെയും കണ്ടില്ലല്ലോ ചന്ദ്രയെ, കുറേ നേരം ആയല്ലോ പോയിട്ട്. അത് മക്കളുമാരെന്തെങ്കിലും മിണ്ടിയും പറഞ്ഞ് നടക്കട്ടെ ഭാമേ. അങ്ങനെ ഭാമ പറയണം, അതിലൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ അവർ ചന്ദ്രയും ഭാമയും കൂടി ക്ഷേത്രത്തിൽ പോയി തൊഴുതതിന് ശേഷം അവരിറങ്ങി വരികയാണ്. വന്നതിന് ശേഷം ഉണ്ടല്ലോ വന്നതിന് ശേഷം അവരിങ്ങനെ മുന്നോട്ട് നടന്നു വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പറയുന്ന പുള്ളിക്കാരൻ ഫൈനാൻസ് ഉടമ ഇങ്ങനെ ഉരുളുന്നത് കാണുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ ഉരുണ്ടോണ്ടിരിക്കുന്ന സമയത്തിന് അയാളുടെ അസിസ്റ്റൻറ്റിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് ആളുകൾ പേരൊക്കെ പറഞ്ഞിട്ട് പൈസ കൊടുക്കുകയാണ്. അയാൾ അത് വാങ്ങിച്ചിട്ട് ആ പൈസ മേടിച്ചിട്ട് ആളിൻ്റെ പേരൊക്കെ എഴുതി വയ്ക്കുകയാണ്. എന്നിട്ട് വരുന്നവർ ആ പുള്ളിക്കാരൻ ഫൈനാൻസ് ഉടമയുടെ കാലിൽ തൊഴുതിട്ടാണ് പോകുന്നത്. അയാളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ സച്ചിയും രേവതിയും കൂടി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ ക്ഷേത്ര കോമ്പൗണ്ടിലേക്ക് കിടക്കുന്ന സമയത്തിന് സച്ചി പറയുകയാണ്, ദേ അവിടെ കാണും, ക്ഷേത്രത്തിൻ്റെ ആ കോമ്പൗണ്ടിലാണ് അയാൾ ശയനപ്രദക്ഷിണം നടത്തുന്നത്, നീ പോയി നോക്കുക, ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരും. അപ്പോൾ രേവതി പറയുകയാണ്, അയാളെ കാണുന്നില്ലല്ലോ. അതങ്ങോട്ട് പോയി നോക്ക് രേവതി, ഒരു കാര്യം ചെയ്യാം, നിനക്ക് ആളെ തെറ്റേണ്ട കാര്യമില്ല, ഞാൻ നിനക്ക് ദൂരെ നിന്ന് അയാളെ കാട്ടിത്തരാം, നീ പോയി പൈസ കൊണ്ടു കൊടുത്താൽ മതി എന്നിങ്ങനെ പറയാണ്. അപ്പോൾ രേവതി പറയുകയാണ്, കാട്ടിത്തരിയൊന്നും വേണ്ട, ശയനപ്രദക്ഷിണം നടത്തുന്നത് കാണുമ്പോൾ എനിക്കറിയാലോ. എൻ്റെ രേവതി, നീ ആളെ മാറിയിട്ട് പൈസ കൊണ്ടൊന്ന് വേറെ ആർക്കെങ്കിലും കൊടുത്താലുണ്ടല്ലോ എൻ്റെ കാര്യം പോക്കാം, പിന്നെ ഇനി എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ രേവതി പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൊണ്ടു കൊടുക്ക്, എനിക്കെങ്ങും മേല. എൻ്റെ രേവതി പിണങ്ങല്ലേ നീ,
അങ്ങനെയാണെങ്കിലുണ്ടല്ലോ ഞാൻ വളരെ ദൂരെ നിന്ന് കാണിച്ചു തരാം, നീ അന്നേരം അടുത്തേക്ക് പോയാൽ മതി. അങ്ങനെ അപ്പോൾ രേവതി സമ്മതിക്കുകയാണ്. പക്ഷെ അയാൾ കാണുന്നില്ലല്ലോ. അപ്പോൾ രേവതി പറയണം, കാണുന്നത് എങ്ങനെയാണ്? ഈ ക്ഷേത്രത്തിന് ചുറ്റും ഇങ്ങനെയല്ലേ മൊത്തത്തിൽ റൗണ്ട് ചെയ്ത് വരണ്ടേ? ചിലപ്പോൾ ബാക്ക് ഭാഗത്തായിരിക്കും അദ്ദേഹം ഉണ്ടാകുന്നത്. അവിടെയായിരിക്കും അദ്ദേഹം ഇപ്പോൾ ശയനപ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം എന്നിങ്ങനെ പറയണം. അപ്പോൾ സച്ചി പറയണം, ആ ശരി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം, എന്നിട്ട് ഞാൻ അയാളെ കാണിച്ചു തരാം കേട്ടോ എന്നിങ്ങനെ സച്ചി പറയുകയാണ്. അതേസമയത്ത് നമ്മുടെ ചന്ദ്രയും ഭാമയും ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിട്ട് ഇറങ്ങുമ്പോൾ അവർ ഇത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരൻ്റെ കാലിൽ ആളുകൾ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് പോകുന്നു എന്നാണ് ഇവർ സങ്കല്പിച്ച് വെച്ചിരിക്കുന്നത്. പുള്ളിക്കാരന് പൈസ കൊടുത്തിട്ട് അയാളെ ഒന്ന് സോപ്പിടാൻ വേണ്ടിയിട്ട് അയാളെ കാലിൽ ജസ്റ്റ് ഒന്ന് തൊടുന്നേ ഉള്ളൂ. അപ്പോൾ ഉടനെ ഭാമ ചന്ദ്രയോട് പറയണേ, നോക്ക് ചന്ദ്രേ, നോക്ക്, അയാൾ മഹായോഗിയാണ്, മഹാസിദ്ധനാണ്. സത്യം പറഞ്ഞാൽ ഇയാളിങ്ങനെ ശയനപ്രദക്ഷിണം നടത്തുമ്പോഴത്തേക്ക് നമ്മുടെ ഭാമയും ചന്ദ്രയും നിൽക്കുന്ന ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇയാളുടെ അരയ്ക്ക് താഴ്ഭാഗം മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ, മുഖം കാണാൻ പറ്റത്തില്ല. അതിൻ്റെ തൊട്ട് താഴെ ചെസ്റ്റിനും തൊട്ട് താഴെ ഭാഗം തൊട്ട് ഇവർക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആളാരാണെന്ന് നമ്മുടെ ഭാമയ്ക്കും ചന്ദ്രയ്ക്കും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ഭാമ ചന്ദ്രയോട് പറയണേ, എൻ്റെ ചന്ദ്രയെ നീ നോക്ക്, കണ്ടില്ലേ, മഹാസിദ്ധനാണ്, മഹായോഗിയാണ്. അയാളുടെ കാല് തൊട്ട് ഓരോരുത്തരും വന്ന് അനുഗ്രഹം മേടിക്കുന്നത് നീ കാണുന്നില്ലേ? ഒരു കാര്യം ചെയ്യാം, നമുക്കും കൂടി ചെന്ന് അനുഗ്രഹം മേടിക്കാം. അപ്പോൾ ഉടനെ ചന്ദ്ര പറയണേ, എൻ്റെ ഭാമേ ഒന്ന് വെറുതെ ഇരിക്കേ, നമുക്കറിയാത്ത ഒരാളുടെ അനുഗ്രഹം നമുക്ക് എന്തിനാണ്? എൻ്റെ ഭാമേ, ഒരു സിദ്ധൻ്റെ അനുഗ്രഹമൊക്കെ കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ഗുണം മാത്രമേ ഉണ്ടാവൂ. നീ വന്നേ, നമുക്ക് രണ്ടുപേർക്കും അയാളുടെ കാല് തൊട്ട് അനുഗ്രഹം മേടിക്കാം എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ചന്ദ്ര പറയണ, അത് വേണോ ഭാമേ? അത് വേണം ചന്ദ്രേ, നീ വാ, നിൻ്റെ ഇപ്പോൾ വിവാഹം കഴിഞ്ഞ മക്കളെ ഓർത്തിട്ടെങ്കിലും നീ വാ, അവർക്ക് നല്ലൊരു കുടുംബജീവിതമൊക്കെ ഉണ്ടാവും, സിദ്ധന്മാരുടെ അനുഗ്രഹമൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ സൂപ്പറാ എന്നിങ്ങനെ പറയണം. അപ്പോൾ ചന്ദ്രയും ഭാമയും കൂടി അങ്ങനെ അനുഗ്രഹം മേടിക്കാൻ പോകാനൊക്കെ ആയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ വരികയാണ്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് കഴിയുകയാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും അടിപൊളി ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ നാളെ ആയിരിക്കും. മിക്കവാറും എനിക്ക് തോന്നുന്നത് ഈ ഫൈനാൻസിൻ്റെ വരെ കാല് തൊട്ട് ഈ ചന്ദ്രമതി തൊഴുന്നത് മിക്കവാറും നമ്മുടെ സച്ചിൻ്റെ എഴുതിയും കാണുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നാളത്തെ എപ്പിസോഡ് വരെ കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ എന്താണ്, ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും വന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക. ഈ ചാനലിനെ കുറിച്ചിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് നിങ്ങൾ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. അതുമാത്രമല്ല, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ എന്താണ്, കമൻറ്റ് ചെയ്യുന്നവരെയൊക്കെ എനിക്കറിയാം, അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പോൾ എനിക്ക് സബ്സ്ക്രൈബർ ഇങ്ങനെ വർദ്ധിച്ച് വരുന്നുണ്ട്. ഒരു ദിവസം 50-ൽ കൂടുതൽ സബ്സ്ക്രൈബറൊക്കെ വരാറുണ്ട്. അതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുകയാണ്. എന്താ പറയുന്നത്, ഒരുപാട് സന്തോഷമുണ്ട് അതിലൊക്കെ. പിന്നെ എന്ന് പറഞ്ഞാൽ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ വീഡിയോയുടെ ആദ്യം തന്നെ ആയിരിക്കും മിക്കവാറും പേരും പറയുന്നത്. പക്ഷേ ഞാൻ ആദ്യമേ എല്ലാം പറഞ്ഞ് വലിച്ചു നീട്ടിയിട്ട് നിങ്ങളെ വെറുതെ എന്തിനാ അത് വിചാരിച്ചിട്ടാണ് ലാസ്റ്റ് പറയാനായിട്ടിരിക്കുന്നത്. വേറൊന്നുമല്ല, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക, കഴിവതും സ്കിപ്പ് ചെയ്യാതിരിക്കുക വീഡിയോ. അതെനിക്ക് തന്നെ പ്ലേ ചെയ്ത് തന്നെ വീഡിയോ കാണുക. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും കൂടിയൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. ഇനി എന്താണ്, ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.